മലപ്പുറം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിൽ ചികിത്സാ സഹായം നൽകി. ശ്രവണ സഹായിയും വീൽചെയറും ചികിത്സാ ധനസഹായവും നൽകിയത് കഴക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ. ഉമ്മൻചാണ്ടി കാരുണ്യനിധി പദ്ധതി ഉദ്ഘാടനം കഴക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് JS അഖിൽ നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധ എറണാകുളം മഞ്ഞുമാതാ ബസിലിക്കയിൽ കൊമ്പ്രേരിയ തിരുനാളിന് ജൂലൈ 30 കൊടിയേറും. ആഗസ്റ്റ് 5 തിരുനാളും 15 ആഘോഷങ്ങളും സമാപിക്കും. കൊടികയറ്റുക കോട്ടപ്പുറം രൂപത മെത്രാൻ ഫാദർ അംബ്രോസ് പുത്തൻ വീട്ടിൽ. കോട്ടയം പനച്ചിക്കാട് വെള്ളത്തിൽ വീണ് ഒരാൾ മുങ്ങി മരിച്ചു. പത്താമുട്ടം സ്വദേശി സദാനന്ദനാണ് മരിച്ചത്. മാളികക്കടവ് പാലത്തിനു സമീപം താറാവുകളെ പരിപാലിക്കുന്നതിനിടെയാണ് അപകടം. കോളേജ് അധ്യാപകർക്കെതിരെ അസഭ്യവർഷം നടത്തിയ മുൻ അധ്യാപകനെതിരെ നടപടി എറണാകുളം നോർത്ത് പറവൂർ മാഞ്ഞാലി ആർട്സ് കോളേജിലെ മുൻ അധ്യാപകൻ പ്രവീൺ കുമാറിനെതിരെ. ആലുവ വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നിയമലംഘനം നടത്തിയ ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് ജീപ്പ് പോലീസിനു കൈമാറി. ജീപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് വയനാട്ടിലെ ക്യാമ്പിൽ. കണ്ണൂർ തലശ്ശേരിയിൽ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് മുന്നിലുള്ള വെള്ളക്കെട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടലാസ് തോണി ഇറക്കി പ്രതിഷേധിച്ചു. പ്രതിദിനം 100 കണക്കിന് രോഗികൾ എത്തുന്നിടത്താണ് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. കൊല്ലം നിലമേലിൽ കാറും റോഡിലേക്ക് തെറിച്ചു വീണ നിസാമുദ്ദീനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ശാന്തിഗിരി കൈലാസം പടിയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം നൽകി. മണ്ണിടിച്ചിലുണ്ടായത് 2019. അർഹരായ 7 കുടുംബങ്ങളെ 10 ലക്ഷം നൽകി 2023 മാറ്റിപ്പാർപ്പിച്ചു. സണ്ണി ജോസഫ് MLA അനർഹരായവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് അർഹരിൽ പലർക്കും ഭൂമിയും വീടും ലഭിക്കാതെ പോയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്. കർണാടക സംവരണ ബിൽ ഭരണഘടനാപരമായി നിലനിൽക്കില്ലെന്ന് മന്ത്രി P രാജീവ്. മണ്ണിൻ മക്കൾ വാദം നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. കേരളത്തിൽ സംവരണത്തിന്റെ ആവശ്യമില്ലെന്നും മെറിറ്റിന്റെയും സ്കില്ലിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളം ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്നും മന്ത്രി. പഞ്ചാബ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പഞ്ചാബ് സർക്കാർ സമർപ്പിച്ച ബിൽ മടക്കി രാഷ്ട്രപതി. ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറാക്കിക്കൊണ്ടുള്ള ബില്ലാണ് രാഷ്ട്രപതി മടക്കിയത്. ബിൽ നിരസിച്ച രാഷ്ട്രപതിയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് BJP പഞ്ചാബ് ഘടകം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കിയ കേരളത്തിന്റെ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ. വ്യാജരേഖ ചമച്ചെന്ന ആരോപണം നേരിടുന്ന IAS ട്രെയിനി പൂജ ഖേദ്കറുടെ അമ്മ മനോരമ ഖേദ്കർ അറസ്റ്റിൽ. മനോരമയെ അറസ്റ്റ് ചെയ്തത് കർഷകരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അനധികൃതമായി തോക്ക് കൈവശം വെച്ചു എന്നീ കേസുകളിൽ. അറസ്റ്റിലായത് റായ്ഗഡിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. പാലക്കാട് കൊപ്പത്ത് 20 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് മണ്ണേങ്ങോട് സ്വദേശി മുഹമ്മദ് ഫാസിൽ, മൂർക്കനാട് സ്വദേശി സൈദലവി, ചെറുകോട് സ്വദേശി അഷ്റഫ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് വാഹന പരിശോധനയ്ക്കിടെ. തൃശൂർ കുണ്ടഴിയൂർ GM UP സ്കൂളിൽ കാർഷിക ചന്ത സംഘടിപ്പിച്ചു. കാർഷിക ചന്ത സംഘടിപ്പിച്ചത് ഞാറ്റുവേലകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വിവിധ കാർഷികോൽപ്പന്നങ്ങൾ, ചെടികൾ എന്നിവയെ പരിചയപ്പെടുത്തുവാനും. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ തൃശൂർ ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് ക്ഷേത്രത്തിനകത്ത് 2 അടിയിലേറെ ഉയരത്തിൽ. മഴ തുടർന്നാൽ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ മുടങ്ങുന്ന സാഹചര്യമെന്ന് ഭാരവാഹികൾ. തൃശൂർ കീഴൂരിൽ വൈദ്യുതി ലൈനു മുകളിലേക്ക് തെങ്ങ് വീണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. തെങ്ങ് വീണത് ചൊവ്വലത്ത് ചന്ദ്രന്റെ വീടിനു മുന്നിൽ. വൈദ്യുതി വിച്ഛേദിച്ചത് അപകടമൊഴിവായി. നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു. തൃശൂർ കാഞ്ഞാണിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണം നടത്തിയത് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി KK ബാബു അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനവും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷതയും വഹിച്ചു. തൃശൂർ അന്തിക്കാട് കനത്ത മഴയിലും കാറ്റിലും വീട് ഭാഗികമായി തകർന്നു. 6-ാം വാർഡിലെ മാളിയേക്കൽ റോയുടെ വീടാണ് തകർന്നത്. സംഭവം പറമ്പിന്റെ അതിർത്തിയിലെ 2 മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്നു. ഗുജറാത്തിൽ ചന്ദിപ്പുര വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 15ആയി. സംസ്ഥാനത്തെ 12ഓളം ജില്ലകളിലേക്ക് വൈറസ് വ്യാപിച്ചിട്ടുണ്ടെന്ന് അധികൃതർ. വൈറസ് ബാധിച്ച് ആദ്യം മരിച്ചത് 4 വയസ്സുകാരി. സുപ്രീം കോടതിയിൽ 2 പേർ കൂടി ജഡ്ജിമാരായി ചുമതലയേറ്റു.
ചുമതലയേറ്റത് ജമ്മു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എൻ കോട്ടീശ്വർ സിംഗ്, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവർ. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. കൃത്യമായ പ്രാക്ടീസ്, കൃത്യമായ ഗൈഡൻസ്, കൃത്യമായ പ്ലേസ്മെന്റ്. സക്സസിന്റെ ഫോർമുല ഇതാണ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ.